ബാംഗ്ലൂരിനടുത്ത് വെച്ച് KSRTCയുടെ ബസ് നിയന്ത്രണം വിട്ട് മറിഞ്ഞതിനെ തുടർന്ന് വളരെ ദാരുണമായ തരത്തിൽ ഡ്രൈവർ മിഥിലേഷ് 31 വയസ്സുള്ള മിഥിലേഷും അതേപോലെ തന്നെ കണ്ടക്ടർ അരുണും 53 വയസ്സ് അവർ മരിച്ചു. ഇപ്പോഴും ചികിത്സയിൽ കഴിയുന്നുണ്ട്. 3 പേര് ചികിത്സയിൽ കഴിയുന്നുണ്ട്. പലർക്കും പരിക്ക് പറ്റിയവർ അവിടെ ആശുപത്രി വിട്ടു. ആദ്യമായി അന്തരിച്ച 2 KSRTC ജീവനക്കാരുടെയും സ്മരണയ്ക്ക് മുമ്പിൽ ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. ഞാനിത് കഴിഞ്ഞാൽ അവിടെ ഇന്ന് അവർ ഭവനം സന്ദർശിക്കുന്നുണ്ട്. KSRTC MD പ്രമോദനോടൊപ്പം ഉണ്ട്. അദ്ദേഹം ഇന്നലെ അവിടെ പോയിരുന്നു. അതുപോലെ തന്നെ ഒരു പോസ്റ്റ് ക്രാഷ് എൻക്വയറി എന്ന രീതിയിൽ പ്രാഥമികമായിട്ടുള്ള അന്വേഷണം ഞങ്ങൾ നടത്തി. അതിൽ നിന്ന് 2 കാര്യങ്ങളാണ് മനസ്സിലായിട്ടുള്ളത്. ഒന്ന്, വാഹനം വളരെ ഫിറ്റായിട്ടുള്ളൊരു വാഹനമായിരുന്നു. വലിയ പഴക്കമൊന്നുമില്ലാത്ത നല്ല കണ്ടീഷനുള്ള ഒരു വണ്ടി തന്നെയാണ് ഇവിടുന്ന് പോയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഡ്രൈവറും സാധാരണയായി ലോങ് ട്രിപ്പ് ഓടിക്കുന്ന ഡ്രൈവറാണ്, മിടുക്കനായിട്ടുള്ള ഒരാളാണ്. മറ്റാക്ഷേപങ്ങളൊന്നും ഇതിനു മുമ്പ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ലാത്ത ഒരാളാണ്. മാത്രമല്ല അദ്ദേഹം സൈൻ ഓഫ് ചെയ്തതിന് ശേഷം 16 മണിക്കൂറുകൾക്ക് ശേഷമാണ് വീണ്ടും സൈൻ ഓൺ ചെയ്തിട്ടുള്ളത്. അതിനെക്കുറിച്ച് ചില തെറ്റിദ്ധാരണകൾ നമ്മുടെ ഇടയിൽ എങ്ങനെയോ കടന്നുകൂടിയിട്ടുണ്ട്. അത് ഞാൻ ഇന്ന് വളരെ സൂക്ഷ്മമായി അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യത്തിൽ പരിശോധിച്ചതിൽ നിന്നും സൈൻ ഓഫ് സൈൻ ഓൺ എന്നുള്ളതിൽ 16 മണിക്കൂറിൻ്റെ വ്യത്യാസമുണ്ട്. 8 മണിക്കൂറാണ് നിയമപ്രകാരം. മിനിമം 8 മണിക്കൂറിന് ശേഷമേ വണ്ടി എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് അതിൽ അപാകതയില്ല. പിന്നെ എന്ത് പറയാൻ പറ്റും, ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് എന്തെങ്കിലും പെട്ടെന്ന് ഉറക്ക ക്ഷീണമോ മറ്റോ ഉണ്ടായി കാണും. എന്തായാലും വളരെ ദാരുണമായിട്ടുള്ളൊരു കാര്യമാണ്. ഇവരുടെ കോമ്പൻസേഷനെ സംബന്ധിച്ചിടത്തോളം സ്ഥിര ജീവനക്കാരനാണ് കണ്ടക്ടർ അരുൺ. അദ്ദേഹത്തിന് ഏതാണ്ട് 1 കോടി രൂപയിലധികം നമുക്ക് കൊടുക്കാനുള്ള ഒരു പ്രൊവിഷൻ നമുക്കുണ്ട്. ആ പ്രൊവിഷൻ അനുസരിച്ച് അത് കൊടുക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ താൽക്കാലിക ജീവനക്കാരനാണ് മിഥിലേഷിന് നമുക്കിപ്പോൾ കൊടുക്കാൻ കഴിയുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് കിട്ടാൻ സാധ്യതയുള്ളത് 10 ലക്ഷം രൂപയാണ്. പക്ഷേ അത് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ SBIയുമായിട്ട് കണക്റ്റഡാണ് ഈ കോമ്പൻസേഷൻ. അവരുമായിട്ടുള്ള ചർച്ചകൾ ഇതിനകം തന്നെ ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം തന്നെ വേണമെങ്കിൽ അത് പറയാൻ കഴിയും, അല്ലെങ്കിൽ നാളെ തിരുവനന്തപുരത്ത് ചെല്ലുമ്പോൾ അത് പറയാൻ കഴിയും. എന്തായാലും KSRTCയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഗതാഗത വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം, ആ താൽക്കാലിക ജീവനക്കാരനും അർഹമായ ഒരു തുല്യമായ എന്നെനിക്കിപ്പോൾ പറയാൻ കഴിയില്ല, അർഹമായ ഒരു കോമ്പൻസേഷൻ കൊടുക്കുന്നതിനെക്കുറിച്ച് തന്നെയാണ് നമ്മൾ ഇപ്പോൾ ആലോചിക്കുന്നത്. അതുമാത്രമല്ല, ഇപ്പോൾ മരിച്ച ആളുകളുടെ ബന്ധുക്കൾക്ക് നിയമനം കൊടുക്കുന്ന ഒരു റൂള് നിലവിലുണ്ടെങ്കിലും നിരവധി വർഷങ്ങളായിട്ട് അത് കൊടുത്തിട്ടില്ല എന്നുള്ളത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അതിനു വേണ്ടിയിട്ടുള്ള ഫയലുകൾ അതിലിപ്പോൾ ഇവിടെ ജോലി ചെയ്യുന്ന ആശ്രിതരായിട്ടുള്ള ആളുകൾ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. KSRTCയിൽ 115 ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്. അവരുടെ കാര്യത്തിലൊരു തീരുമാനം KSRTCയുടെ അടുത്ത ബോർഡ് എടുക്കും. പക്ഷേ പുതിയൊരു കാര്യമായിട്ട് പറയാനുള്ളത്, ഒരു പുതിയ കാര്യമല്ല, താൽക്കാലിക ജീവനക്കാർ ജോലിക്കിടയിൽ അപകടത്തിൽ മരിക്കുകയാണ് എങ്കിൽ അവരുടെ ആശ്രിതർക്കും താൽക്കാലികമായ എന്തെങ്കിലും ജോലികൾ കൊടുക്കുന്നതിനെക്കുറിച്ചുകൂടി ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല, ഈ ഒരു സന്ദർഭത്തിൽ മാത്രമല്ല, പൊതുവിൽ ഒരു താൽക്കാലിക ജീവനക്കാരൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ വാഹന അപകടത്തിലോ അദ്ദേഹത്തിൻ്റെ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മരിക്കുകയാണെങ്കിൽ അവരുടെ ആശ്രിതർക്കും താൽക്കാലികമായ എന്തെങ്കിലും ഒരു തൊഴിൽ കൊടുക്കുന്നതിനെക്കുറിച്ച് കൂടി ഞങ്ങൾ തീരുമാനിക്കണം എന്നൊരു ധാരണയാണ് ഇപ്പോൾ ഇന്ന് കാലത്തെ മീറ്റിങ്ങിൽ ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് കോഴിക്കോട് ആക്സിഡൻറ്റിനെ കുറിച്ച് പറയാനുള്ളത്. ട്രാൻസ്പോർട്ട് അതോറിറ്റിൻ്റെ ഈ സമയക്രമം KSRTC ലംഘിക്കുന്നതായിട്ട് ചില ഡ്രൈവർമാരെന്ന് പറയുന്നുണ്ട്. നേരത്തെ ഈ ബത്തേരിയിലേക്കൊക്കെ 3 മണിക്കൂർ അനുവദിച്ചിരുന്നു സമയം ഓടിയെത്താൻ. ഇപ്പോൾ അതിപ്പോൾ 2.5 മണിക്കൂറാണെന്നാണ് പറയുന്നത്.
അതേപോലെ തന്നെ കർണാടകയിൽ നിന്ന് ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എത്തുന്ന ബസ്സിന് അവിടുത്തെ ബസ്സിന് ഒരു സമയക്രമം നമ്മളത് അതിലും കുറേ നേരത്തെ എത്തുന്നതാണ്. അപ്പം സമയം കുറച്ചുകൊണ്ട് സ്പീഡിൽ ഓടിയെത്തേണ്ട ഒരു സ്ഥിതിയുണ്ട്. അതാണ് പലപ്പോഴും അപകടത്തിന് കാരണമാകുന്നതെന്നാണ് പല ബസ് ജീവനക്കാരും പറയുന്നത്. അത് പരിശോധിക്കേണ്ടതാണെന്ന് മാത്രമല്ല, നമ്മൾ 70കളിലും 80കളിലും ഓടിയെത്തുന്ന ഒരു സമയം വെച്ചാണ് പ്രൈവറ്റ് ബസ്സിനും ടൈം കൊടുക്കുന്നത്. ഇപ്പം ഞാനിപ്പോൾ ഈ വകുപ്പിൻ്റെ ചുമതല ഏറ്റെടുത്തതിന് ശേഷം നടത്തിയിട്ടുള്ള എല്ലാ ചർച്ചകളിലും അവർ പറയുന്നൊരു കാര്യം, ഉദാഹരണത്തിന് കാക്കനാട് ഹൈക്കോർട്ട് എറണാകുളത്തൊരു പ്രധാന ഒരു പോയിൻ്റാണല്ലോ, വടകര കോഴിക്കോട്, ഇതൊക്കെ പണ്ട് പോയതിനേക്കാൾ കൂടുതൽ സമയം വേണ്ടി വരികയാണ്. വാഹനങ്ങളൊക്കെ മെച്ചപ്പെട്ടു, റോഡും മെച്ചപ്പെട്ടെങ്കിലും വാഹനാധിക്യം കൊണ്ട് കൂടുതൽ സമയം എടുക്കേണ്ടി വരികയാണ്. അപ്പോൾ ആ ടൈമിങ്ങിനെ കുറിച്ച് കാലോചിതമായ, സാധാരണ നിലയ്ക്ക് ടൈം കുറയാണ് വേണ്ടത്, പക്ഷെ ഇവിടെ കൂടുതലാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഹൈവേയിൽ മാത്രമാണ് ഒരു സമയം കുറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ടൈമിങ്ങിനെ സംബന്ധിച്ച് വ്യക്തമായൊരു കൃത്യമായ ഒരു വസ്തുതാപരമായ ഒരു പരിശോധന പൊതുവിൽ ആവശ്യമുണ്ട് എന്ന് എനിക്കിപ്പോൾ കുറച്ച് ദിവസമായിട്ട് നടക്കുന്ന ചർച്ചകളിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. അത് തീർച്ചയായിട്ടും അത് പരിശോധിക്കപ്പെടും. ഈ വിഷയത്തിൽ മാത്രമല്ല, ചെറിയ റൂട്ടിൽ പോലും. ഈ മിഥിലേഷ് മൈസൂരിൽ നിന്നും വണ്ടി ഓടിച്ചോടത്തേക്ക് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ അവിടുത്തെ തൊഴിലാളി യൂണിയൻ ആൾക്കാരുമായി സംസാരിക്കുന്ന സമയത്ത് അത് കഴിഞ്ഞ് അദ്ദേഹം ശരിക്കും അന്ന് ഡ്യൂട്ടിയിൽ കയറേണ്ടതല്ല, വേറൊരു പ്രജിൽ എന്ന് പറയുന്ന ഡ്രൈവറാണ് ബാംഗ്ലൂർ ഡ്യൂട്ടിക്ക് പോകേണ്ടത്. അയാളോട് കൺട്രോൾ എന്ന് ഓഫ് എടുത്തോളാൻ പറഞ്ഞിട്ട് ഇയാളെ പറഞ്ഞയക്കുക. ഈ സാഹചര്യം ശരിക്കും അന്വേഷണത്തിന്റെ പരിധിയിൽ വന്നിരുന്നു. അല്ല, നമ്മളിതിൽ പരിശോധിക്കേണ്ടത് ചുരുങ്ങിയ സമയം കൊണ്ട് കയറിയോ എന്നുള്ളതാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ്റെ കാര്യമാണ്. ഞങ്ങൾ പരിശോധിക്കേണ്ട പ്രധാനപ്പെട്ട പ്രശ്നം സൈൻ ഓഫ് സൈൻ ഓൺ. അതിൽ കുഴപ്പമുണ്ടായിരുന്നെങ്കിൽ 8 മണിക്കൂറിന് പകരം 6 മണിക്കൂർ കൊണ്ട് അയാൾ പോയിരുന്നെങ്കിൽ അതിൽ വളരെ വലിയ ഗുരുതരമായൊരു പെശകാണ്. അപ്പോൾ അത് ഉണ്ടായിട്ടില്ല. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ്റെ. ഈ അന്തർസംസ്ഥാന സർവീസിനെ നേരത്തെ 5 വർഷം വരെ പഴക്കമുള്ള വാഹനമായി ഉപയോഗിച്ചത്, പക്ഷേ ഇപ്പോഴത് 10 വർഷത്തിന് മേലുള്ള വാഹനങ്ങൾ പോലും ഉപയോഗിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അത് നിയന്ത്രിക്കാനുള്ള സംവിധാനം ഉണ്ടാവും? നമുക്കിപ്പോൾ 5 വർഷത്തെ മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ എന്ന് പറഞ്ഞാൽ ഒരുപാട് വാഹനങ്ങളില്ല. പക്ഷേ 10 വർഷത്തിനുള്ള വാഹനങ്ങളൊന്നും മോശം വണ്ടികളൊന്നുമല്ല, നല്ല രീതിയിലുള്ളതാണ്. ഇപ്പോൾ അതിനെക്കുറിച്ചും ഞാനിപ്പോൾ അടുത്തുണ്ടായൊരു കാര്യം പറയാം. റീഫർബിഷ് ചെയ്യുക എന്നുകൊണ്ടൊരു സമ്പ്രദായം പണ്ടുണ്ടായിരുന്നു. പക്ഷേ കുറേ കാലമായിട്ട് നമ്മുടെ നല്ല ഒന്നാന്തരം വർക്ക്ഷോപ്പും വിദഗ്ധരായ തൊഴിലാളികളൊക്കെ നമുക്കുണ്ട്. പക്ഷേ അവരൊന്നും ഈ റീഫർബിഷ് ചെയ്യുക എന്നുള്ള ആ പ്രവർത്തനത്തിൽ ഇടപെടാർ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാറില്ല. ഇപ്പോൾ 10 ബസ്, ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു മാസം അല്ലേ, ഒന്നര മാസം കൊണ്ട് 10 ബസ് ഒരു പുതിയ ബസ് പോലെ അവരത് ആക്കിയെടുത്തു. വേറെ പുറത്തൊന്നും കൊടുത്തിട്ടല്ല, നമ്മുടെ എക്സ്പെർട്ട് മെക്കാനിക്കുകളാണ്, അവരെ കൊണ്ട് അത് ചെയ്യിച്ചു. മാത്രമല്ല ഈ വണ്ടികളൊക്കെ നമ്മുടെ ഈ സ്റ്റോക്ക് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാമെന്നതിനെ സംബന്ധിച്ച് തിരുവനന്തപുരത്താണ് കൂടുതൽ അങ്ങനെയുള്ള സംവിധാനമുള്ളത്. അതുപോലെ കോഴിക്കോടും സംവിധാനങ്ങളുണ്ട്, എടപ്പാളിലുള്ള സംവിധാനങ്ങളുണ്ട്. ഇപ്പോൾ കോഴിക്കോട് 2 ബസ് ഇപ്പോൾ ശരിയായിട്ടുണ്ട്. ഞാൻ പറയുന്ന ഒരു പുതിയ കാര്യമായിട്ട് ചെയ്യുന്നത് എഞ്ചിനീയറിംഗ് കോളേജുകൾ, പോളിടെക്നിക്കുകൾ, ITIകൾ, ഇവിടെയുള്ള കുട്ടികൾക്ക് ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് കൊടുക്കുക. അപ്പോൾ അത് അവർക്കൊരു ട്രെയിനിങ്ങുമായി നമുക്ക് നമ്മുടെ ആശുപത്രികളിലൊക്കെ നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ സഹായം കിട്ടുന്നത് പോലെ നമുക്ക് തൽപരരായ ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് കോളേജിലെ ഓട്ടോമൊബൈൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ പഠിക്കുന്ന കുട്ടികൾക്കും ITIയിലുള്ള കുട്ടികൾക്കും KSRTCയുടെ എല്ലാ ഫെസിലിറ്റിയിലും അവരെ പ്രവേശിപ്പിക്കുകയും അവർക്ക് അതിനുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കുകയും അതിനകത്തൊരു യൂണിഫോമും കാര്യമൊക്കെ ഇട്ടുകൊണ്ടുള്ള ഒരു ട്രെയിനി സിസ്റ്റം നമ്മൾ കൊണ്ടുവരും. പഠിക്കുമ്പോൾ തന്നെ, പഠിച്ചതിന് ശേഷമല്ല, കൊണ്ടുവരികയാണ്. മാത്രമല്ല KSRTCക്ക് തന്നെ ഒരു എഞ്ചിനീയറിംഗ് കോളേജുണ്ട്. പക്ഷേ ദൗർഭാഗ്യവശാൽ ഈ KSRTCയിലെ എഞ്ചിനീയറിംഗ് കോളേജ് പോലും KSRTCയുമായിട്ട് ഇതൊരു MOU സൈൻ ചെയ്തിട്ടില്ല. അതാണ് അതിലത്തെ എന്നെ അത്ഭുതപ്പെടുന്നൊരു കാര്യം. എന്തായാലും അതും ഇപ്പോൾ നമ്മൾ ചെയ്യുകയാണ്.